ദൈവനാമം വാഴ്ത്തപ്പെടുമാറാട്. ദൈവത്തിൻ്റെ കൃപയാൽ ആശ്വാസനാഥമെന്ന ശുശ്രൂഷയുടെ 71ാമത്തെ സെക്ഷനിലേക്ക് പ്രവേശിപ്പാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനം, സഹകരണം, പ്രാർത്ഥനയുടെ പിൻബലത്തിന് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഇരുന്ന വചനം ഉത്തമഗീതം എന്നുള്ള പുസ്തകം 8-ാം അധ്യായം 7-ാം വാക്യമാണ്. വചനം ഇങ്ങനെയാണ് പറയുന്നത്: ഏറിയ വെള്ളങ്ങൾ പ്രേമത്തെ കെടുപ്പാൻ പോരാ. ഉത്തമഗീതത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം നമുക്കറിയാം. ശൂന്യങ്കാരി ഇടയച്ചെറുക്കനുമായുള്ള ഒരു ബന്ധത്തിൽ അതിൻ്റെ വിവരണങ്ങളും രാജാവിൻ്റെ അന്തപുരത്തിലേക്ക് വരുവാനുള്ള ക്ഷണവും ഒക്കെയും അതിന് ഇവിടെ പറയുന്ന മർദ്ദനങ്ങളൊക്കെയാണ് ആ പുസ്തകത്തിലെ പ്രധാന ഇതിവൃത്തം. ഇവിടെ പറഞ്ഞ ഏറിയ വെള്ളങ്ങൾ പ്രേമത്തെ കെടുപ്പാൻ പോരാ. ഒരാൾ സ്നേഹിക്കാൻ തുടങ്ങിയാൽ അതിൻ്റെ പുറകിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും ആ സ്നേഹത്തിൽ നിന്ന് മാറിപ്പോകില്ല എന്നുള്ളതാണ്. സ്നേഹം യഥാർത്ഥമാണെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും ആ ബന്ധം ദൃഢമായിരിക്കും എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്തുള്ള സ്നേഹത്തെ കുറിച്ചല്ല ഇനി പറഞ്ഞത്. ഇന്നത്തെ പല സ്നേഹങ്ങളും ഉള്ളതുമല്ല, പലതും കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള സ്നേഹങ്ങളാണ്, അല്ലേ? വ്യക്തിബന്ധങ്ങളൊക്കെ നേട്ടത്തിന് വേണ്ടിയുള്ള, കാര്യനിലത്തിന് വേണ്ടിയുള്ള സ്നേഹബന്ധങ്ങളായി മാറിക്കൊണ്ടിരിക്കുക. അതല്ലെന്ന് ആർക്കും പറയാൻ കഴിയില്ല. എന്നാൽ യഥാർത്ഥമായ ബന്ധം, സ്നേഹം, അത് പ്രതിഫലിച്ച കൂടാതെ സ്നേഹിക്കുന്ന സ്നേഹമാണ്. ഇവിടെ സ്നേഹബന്ധം തുടരേണ്ടതിനായിട്ട്, സ്നേഹബന്ധം നിലനിർത്തുന്നതിനായിട്ട്, അതുപോലെ എന്ത് സഹിക്കേണ്ടി വന്നാലും സഹിച്ചുകൊണ്ട് സ്നേഹിക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഇവിടെ വിവരിക്കുന്നത്. ദൈവം നമ്മെ സ്നേഹിച്ചത് എങ്ങനെയാണ്? ദൈവം നമ്മെ സ്നേഹിച്ചത് അതുപോലെയല്ലേ? ദൈവം നമ്മെ സ്നേഹിച്ചത് നമ്മൾ എഫെസ്യൻസ് പഠിക്കുമ്പോൾ 2-ാം അധ്യായം പഠിക്കുമ്പോൾ 4-ാം അധ്യായം വാക്യം ഇങ്ങനെയാണ് പറഞ്ഞത്: നമ്മെ മഹാസ്നേഹം എന്ന അവൻ്റെ സ്നേഹത്തിലുള്ള മഹാസ്നേഹം. നമ്മൾ എരമ്യാൽ വായിക്കുന്നില്ലേ? നിത്യസ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. നിത്യസ്നേഹമാണ്. ഇടയ്ക്ക് കുറച്ചുള്ള സ്നേഹിച്ച് പിന്നെ സ്നേഹം വന്ന് ഒഴിഞ്ഞായി പിന്നെ കുറച്ച് അങ്ങനെയുള്ള സ്നേഹമൊന്നുമല്ല, നിത്യസ്നേഹമാണ്. റോമർ 5:8 പഠിക്കുമ്പോൾ ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ നമ്മെ സ്നേഹിച്ച സ്നേഹം. കാൽവരി ക്രൂശ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രദർശനശാലയായിരുന്നു. യോഹന്നാൻ 3:16 തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കണതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചതിന് വേണ്ടിയിട്ടാണ്, നമ്മെ സ്നേഹിച്ചതുകൊണ്ടാണ്. യേശു ഭൂമിയിൽ വരുന്നതിന് മുമ്പ് അറിയാം യേശു എന്താ സഹിക്കാമെന്ന് അറിയാമായിരുന്നു. ആ കുരിശാനുഭവം, ആ പീഡാനുഭവം, സൃഷ്ടിയായ മനുഷ്യൻ സൃഷ്ടാവിനെ നിന്ദിച്ചപ്പോൾ, പരിഹസിച്ചപ്പോൾ, ഉപദ്രവിച്ചപ്പോൾ, മരണവേദന അനുഭവിച്ചപ്പോൾ ആ കുരിശിട്ടിട്ട് ഓടാതിരുന്നതും ആ ദൗത്യത്തിൽ നിന്ന് പിന്തിരിയാതിരുന്നതിനെ അറിയാമോ? നമ്മെ സ്നേഹിച്ചതിൻ്റെ പേരിലാണ്. ഈ പടയാളികൾ ക്രൂരമായി ഉപദ്രവിക്കുമ്പോഴും നിന്ദിക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും യേശു കണ്ടത് അവരെയൊന്നല്ല. യേശു എന്നെയും നിങ്ങളെയും കണ്ടു. പാപത്തിൻ്റെ ശിക്ഷയിലകപ്പെട്ട് നിത്യാഗ്നിക്ക് അർഹരായി കിടക്കുന്ന ജനകോടികളെ മുന്നിൽ കണ്ടു. അവർ രക്ഷകനായി വിശ്വാസ രക്ഷ പ്രാപിക്കാൻ വേണ്ടി അവൻ കാൽവരിയില്ലാതെ ജനതയ്ക്ക് വേണ്ടി യാഗമായി തീരുകയായിരുന്നു.
ഇവിടെ വന്ന് യാദൃശ്യ സംഭവമൊന്നുമല്ല യേശുവിൻ്റെ മരണം. കർത്താവ് സ്വയം ഏറ്റെടുത്തതാ. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നാണ് പറഞ്ഞത്. നമ്മൾ രക്ഷിക്കാൻ വേണ്ടി വന്ന കർത്താവ്. എങ്ങനെ രക്ഷിക്കണമെന്ന് അവരെ കർത്താവിനെ അറിയാമായിരുന്നു. ഇവിടെ വരുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് അറിയാമായിരുന്നു. കാരണം യേശു ജനിക്കുന്നതിന് ഭൂമിയിലേക്കുള്ള വരവിന് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട് പ്രവാചകൻ. ഇവിടെ വന്നാൽ എന്താ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അതിൽ യഥാർത്ഥമായി മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ടേ കർത്താവ് വന്നു. പക്ഷെ നമ്മെ സ്നേഹിച്ചു. ആ സ്നേഹത്തിൻ്റെ പുറകിൽ എന്തും സഹിപ്പാൻ തയ്യാറായിരുന്നു. അല്ലേ? നമ്മളെ യഥാർത്ഥമായി സ്നേഹിക്കുന്നവർ അവിടെ നമുക്ക് എന്തും സഹിക്കും എന്നുള്ളതാണ്. എന്ത് റിസ്ക് എടുക്കാനോ തയ്യാറാണ്. എന്ത് ത്യാഗം സഹിക്കാനോ തയ്യാറാണ്. എന്ത് കഷ്ടം സഹിക്കാനോ തയ്യാറാണ്. നമ്മൾ സ്നേഹിക്കുന്നതിൻ്റെ പേരില്ല. യഥാർത്ഥമായി സ്നേഹിക്കുന്നവർ എങ്ങനെയാണ്? അല്ലാത്തവർക്ക് പിന്നെ റിസ്ക് എടുക്കാൻ നേരം ഉണ്ടാവില്ല. അവർ പിന്നെ അവരുടെ കാര്യം സാധിക്കും കഴിഞ്ഞാൽ അവരെ പാട്ടിന് പോകും. യഥാർത്ഥമായി സ്നേഹിക്കുന്നവർ, നമ്മൾ സ്നേഹബന്ധം വാസ്തവമാണെങ്കിൽ നമുക്ക് വേണ്ടി എന്ത് റിസ്ക് എടുക്കാനോ തയ്യാറാണ്. ഇത് ത്യാഗം സഹിക്കാനോ തയ്യാറാണ്. യേശു അങ്ങനെയായിരുന്നു. നമുക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുത്തത് സ്നേഹത്തിൻ്റെ ഇത് അടയാളങ്ങളാണ്. നമുക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുത്തു. 1 യോഹന്നാൻ 3:16 1 യോഹന്നാൻ 4:19 പറഞ്ഞത് നമ്മളെ അവൻ ആദ്യം സ്നേഹിച്ചു എന്നുള്ളതാണ്. അപ്പോൾ സ്നേഹബന്ധം ദൃഢമാകുവാൻ വേണ്ടി എന്തെല്ലാം പ്രശ്നമുണ്ടായാലും സ്നേഹബന്ധം നിലനിർത്താൻ വേണ്ടി ത്യാഗങ്ങൾ സഹിപ്പാൻ അവനോട് ഒരുക്കണം. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, ഏറിയ വെള്ളങ്ങൾക്ക് പ്രേമത്തെ കെടുപ്പാൻ പോലെ. ഏറിയ വെള്ളങ്ങളുണ്ടെങ്കിലും ഒരു തിരികെ കെടുത്താനൊക്കെ ഒരു തുള്ളി വെള്ളം മതി അല്ലേ? പക്ഷെ സ്നേഹമെന്ന ആ തിരികെ കെടുത്തുവാനായിട്ട് ഏറിയ വെള്ളങ്ങൾ വലിയ മഹാസമുദ്രമാണെങ്കിലും കയ്യിലെന്നാണ് പറഞ്ഞത്. ഇത്രമാത്രം ദൃഢമായൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ സ്നേഹം, യഥാർത്ഥമായ സ്നേഹത്തിന്. ഇനി ചോദ്യം ഇതാണ്, ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? ത്യാഗങ്ങൾ സഹിച്ച്, നിന്ന് സഹിച്ച്, പരിഹാസമറ്റ് ഉപദ്രവം സഹിച്ച്, സകല മഹിമകളും വേണ്ടി താണലോകത്തെ ഇറങ്ങി വന്ന് യേശു നമ്മെ സ്നേഹിച്ചു. നമുക്ക് വേണ്ടി നിന്ന് സഹിക്കാൻ കഴിയുന്നുണ്ടോ? പരിഹാസം കേൾക്കാൻ കഴിയുന്നുണ്ടോ? നമ്മൾ പലപ്പോഴും മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവത്തെ അനുസരിക്കാതിരിക്കുന്നവരാ. ദൈവത്തെ അനുസരിക്കാൻ പലർക്കും മടിയുന്നവരോ. മനുഷ്യനെ കുറിച്ച് എന്ന് പറയുന്നുള്ള പേടി. എൻ്റെ കുഞ്ഞെ സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞ കർത്താവിടെ ഇറങ്ങി വന്നത്. കോടാനുകോടി ദൂതന്മാർ എല്ലാ നിമിഷവും സ്തുതിക്കുന്ന സ്തുതിയും മഹത്വമെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇവിടെ വന്ന് മനുഷ്യൻ്റെ നിന്ദയ്ക്കും ഉപദ്രവത്തിനും തുപ്പലിനൊക്കെ ഏൽപ്പിച്ചു കൊടുത്തത് നമ്മൾ സ്നേഹിച്ചതിൻ്റെ പേരില്ല. ആ കർത്താവിന് വേണ്ടി അവനെ അനുസരിക്കുന്നതിൻ്റെ പേരിൽ നിന്ന് സഹിക്കേണ്ടി വന്നാലും ഉപദ്രവം സഹിക്കേണ്ടി വന്നാലും സഹിക്കാതെ മനസ്സുണ്ടെന്നാണ് ചോദ്യം. ഇവിടെ പലപ്പോഴും നമ്മൾ യോഹന്നാൻ ചൊല്ലി വാക്യം വായിക്കുന്നില്ലേ, അവർ ദൈവത്താലുള്ള മാനത്തേക്കാളധികമായി മനുഷ്യരിലുള്ള മാനത്തെ സ്നേഹിച്ചു. ഇവിടുത്തെ കുഴപ്പം അതാ. മനുഷ്യൻ എന്നത് പറയും, ദൈവത്തെ സേവിച്ചാൽ, ദൈവത്തെ ആരാധിച്ചാൽ, ദൈവത്തെ കൽപ്പന അനുസരിച്ചാൽ മനുഷ്യൻ എന്നെ എന്ത് പറയും? അയ്യോ, മനുഷ്യൻ പറഞ്ഞിട്ട് ഞാൻ മാറി നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് ദൈവത്തോട് സത്യം പറഞ്ഞ ദൈവത്തോട് സ്നേഹമില്ലെന്നുള്ളതാണ്. അവൻ നമ്മെ സ്നേഹിക്കുന്ന പോലെ നമുക്ക് അവനെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഈ സെക്ഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിനുവേണ്ടി നമ്മൾ സമർപ്പിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പൗലോസിൻ്റെ അനുഭവം എടുത്ത് പഠിച്ചുവെങ്കിൽ പൗലോസ് 2 കൊരിന്ത്യർ 12:10 പറഞ്ഞൊരു കാര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. നിവൃത്തിയോടുകൂടി അനുഭവിച്ചു എന്നല്ല പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി, ആർക്ക് വേണ്ടിയിട്ട്? എനിക്ക് വേണ്ടി, എൻ്റെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് കഷ്ടം അനുഭവിച്ചു എന്നല്ല പറഞ്ഞത്. ക്രിസ്തുവിന് വേണ്ടി എന്ത് ചെയ്തു? ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം. ഞെരുക്കൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും ദൈവത്തെ സേവിക്കാൻ തിരിച്ച് നന്മയില്ല. നമുക്കൊരു വാക്യമുണ്ടല്ലോ, നമുക്ക് ദൈവത്തോട് നടക്കുന്ന ഒരു നന്മയ്ക്കും മുടക്കമില്ല. അപ്പോൾ മറ്റുള്ളവർ വന്ന് പറയും, നിരജീവൻ നടന്നെങ്കിൽ നിനക്ക് നന്മയ്ക്ക് മുടക്കമില്ല, അപ്പം നീ നിരജീവൻ നടക്കാത്തതുകൊണ്ടാ. നമ്മളും പറയും, നിന്നെ സേവിച്ചിട്ട് എനിക്കൊന്നും കിട്ടിയില്ല കർത്താവേ. ഇവിടെ ഇവൻ പറയാ, ബലഹീനതയും കയ്യേറ്റവും ബുദ്ധിമുട്ടും ഉപദ്രവവും ഞെരുക്കും അനുഭവിപ്പാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ആർക്ക് വേണ്ടിയിട്ട്? കർത്താവിന് വേണ്ടിയിട്ട്. ആ സ്നേഹം തന്നെയാണ്.
അങ്ങനെ നിങ്ങൾ നേരത്തെ യഥാർത്ഥമായ സ്നേഹം ഉണ്ടെങ്കിൽ ഇതൊക്കെ സഹിക്കാനൊരു ഉത്സാഹം ഉണ്ടാവുന്നതേ, തള്ളിവിട്ടിട്ട് പോകുമൊന്നുമില്ല. അത് ഞാൻ പറയുന്നില്ലേ, എൻ്റെ പ്രാണനെ ഞാൻ വിലയിരുന്നതായിട്ട് എണ്ണുന്നില്ല. ഈ കർത്താവിനുള്ള ശുശ്രൂഷ തികച്ചാൽ മതി. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 20-24 പഠിക്കുമ്പോൾ പോലീസ് പറയുക, എൻ്റെ പ്രാണനെ ഞാൻ വിലയിരുതായിട്ട് എണ്ണുന്നില്ല. അവിടെ കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പറയുക, കർത്താവ് തന്ന ശുശ്രൂഷ തികയ്ക്കണമെന്ന ചിന്ത എനിക്കുള്ളൂ. ഇവിടെ നമ്മുടെ ലക്ഷ്യം എന്തുവാ? ദൈവത്തെ സ്നേഹമാണെന്നൊക്കെ പറയുന്നില്ലേ, ദൈവവിശ്വാസി എന്ന് പറയുന്നത് എൻ്റെ ലക്ഷ്യം എന്തുവാ? ലക്ഷ്മണ ദൈവത്തെ കൊട്ടിപ്പാടിയാണെന്ന് വലിയ അനുഗ്രഹങ്ങൾ പ്രാപിച്ചത് 2 നില വീടും വലിയ കാറും മക്കൾക്ക് നല്ല ഭാവി അതൊക്കെയാണോ? ദൈവത്താൽ ലഭിക്കുന്നതൊക്കെ മേടിച്ചോ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം പ്രാപിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ലക്ഷ്യം എന്തുവാ? നീ ദൈവത്തെ സേവിക്കുന്നതിൻ്റെ, ദൈവത്തെ അനുഗമിക്കുന്നതിൻ്റെ പുറമുള്ള ലക്ഷ്യം എന്തുവാ? റോമാലേഖനം 8-ാം അധ്യായത്തിന് 33 പഠിക്കുമ്പോൾ കാണുന്നില്ലേ, ഒരുപാട് കൂട്ടം കാര്യം പറയുന്നുണ്ട്. ആപത്ത്, വാള്, ഇടർച്ച, അത് ഇതൊക്കെ പറഞ്ഞു പറയാ, ഇവയ്ക്കൊന്നിനും സ്നേഹത്തിൽ നിന്ന് വരവരുപ്പാൻ കഴിയുകയില്ല. ആ ഒരു ഒരുക്കവും ആ ഒരു സമർപ്പണവും നമുക്ക് ഉണ്ടായേ പറ്റത്തുള്ളൂ. അത് മനസ്സിലാക്കേണ്ട കാര്യം അതാ. നമ്മൾ ഈ യോഹന്നാനെ കുറിച്ച് പഠിച്ചാലേ, ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ യേശു സ്നേഹിച്ച ശിഷ്യനെന്ന് പറയുന്ന ഒരാൾ യോഹന്നാനാ. പുള്ളി ചാടിക്കയറി ഒന്നും പറഞ്ഞിട്ടെങ്കിലും കാണുന്നില്ല. പത്രോസിനെ പോലെ ചാടിക്കയറി പറയുകയോ അല്ലെങ്കിൽ തോമസിനെ പോലെ സംശയം പറയുന്നില്ല. വളരെ ശാന്തനായൊരു മനുഷ്യൻ എൻ്റെ ചിന്ത പറഞ്ഞത്. അദ്ദേഹത്തെ വേദപണ്ഡിതന്മാർ സ്നേഹത്തിൻ്റെ അപ്പസ്തലൻ എന്നാണ് പറയുന്നത്. സ്നേഹത്തിൻ്റെ അപ്പസ്തലൻ. അതിൻ്റെ എഴുത്തുകളൊക്കെ സ്നേഹം സ്നേഹം സ്നേഹം, അതാണ് പുള്ളിക്ക് കൂടുതൽ പറയുന്ന കാര്യം, സ്നേഹം. അദ്ദേഹം യേശുവിൻ്റെ കാലഘട്ടത്തിൽ യേശുവിൻ്റെ മാറിവിടുത്ത് ചാരിക്കൊണ്ടിരുന്ന പുള്ളി എന്നാണ്. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 13-23 വായിക്കുമ്പോൾ യേശുവിൻ്റെ മാറോട് ചാരിയിരുന്ന, അത് ശ്രേഷ്ഠപ്പെട്ട അനുഭവം അല്ലേ? ഒരാളുടെ മാറോട് ചാരിയിരിക്കുക എന്നുള്ളത് ആ സ്നേഹത്തിൻ്റെ ഏറ്റവും ആഴമാണ്. മറ്റുള്ളവർക്ക് കിട്ടാത്തൊരു സ്വാതന്ത്ര്യം അത് അല്ലേ, മാറോട് ചാരിയിരിക്കുക. അത് സ്നേഹത്തിൻ്റെ സ്നേഹം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, അല്ലാതെ കണ്ണുമ്പോൾ അകന്ന് മാറിയുള്ളൂ. ഇനി ആ യോഹന്നാനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമ്മൾ യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം പഠിക്കുമ്പോഴേ 19-25-26 പഠിക്കുമ്പോൾ കാണുന്നത്, യേശുവിനെ ക്രൂശീകരണ വേളയിൽ ഒപ്പമുണ്ടായിരുന്ന എല്ലാ പുള്ളികളും ഓടിപ്പോയി. ജനം നേരെ തിരിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഓശാന പാടിക്കൊണ്ടിരുന്ന പുള്ളികളൊക്കെ ഇപ്പോൾ ക്രൂശിക്കാൻ വിളിച്ച് പറയാൻ തുടങ്ങി. എല്ലാവരും അങ്ങനെ ഭയങ്കര പ്രശ്നം നിൽക്കുക. നടുവിൽ ആ ക്രൂശിൻ്റെ ചുവട്ടിൽ യോഹന്നാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ആ യേശുവിനുള്ള സ്നേഹനിമിത്തമായിട്ട് ആ ക്രൂശിൻ ചുവട്ടിൽ ആരും ഉണ്ട്? യോഹന്നാനും ഉണ്ട്. പത്രോസ് പോലും ഞാൻ അവനെ അറിയുന്നില്ല, ഓടിപ്പോയി, മാറിപ്പോയി, തള്ളിപ്പറഞ്ഞു. പക്ഷെ ആ ക്രൂശിന് ചുവട്ടിൽ യോഹന്നാൻ നിൽക്കുകയാണ്. എന്താ കാരണം? യേശുവിനുള്ള സ്നേഹം. പ്രിയപ്പെട്ടവരെ, ഒപ്പം വിശ്വാസി വന്നവരൊക്കെ ചിലപ്പോൾ യേശു തള്ളിപ്പറഞ്ഞിട്ട് പോയിട്ടുണ്ടാവാം. ഇപ്പം കർത്താവിൻ്റെ വിലയ്ക്ക് ഇറങ്ങിയവരും ദൈവനം പഠിച്ചവരൊക്കെ ചിലപ്പോൾ കർത്താവിനെ തള്ളി കളഞ്ഞ് പോയിട്ടുണ്ടാവാം. കൂട്ടുവിശ്വാസിയോ കൂട്ടു ശുശ്രൂഷകനോ യേശു വേണ്ടവനെ വിട്ട് പോയിട്ടുണ്ടാവാം. നിന്നെ അവൻ്റെ ഒപ്പം എപ്പോഴും കാണണം. നിനക്ക് അവിടെ സ്നേഹമുണ്ടെങ്കിൽ, ഒരുപാട് കൂട്ടം കാര്യങ്ങളല്ലേ പുറകിലുണ്ടെങ്കിലും എൻ്റെ സ്നേഹത്തിൽ നീ അകന്ന് മാറിപ്പോകരുത്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം പഠിക്കുമ്പോൾ എൻ്റെ 2 വാക്യം പഠിക്കുമ്പോൾ നമുക്ക് കാണുന്നത് ഇങ്ങനെയാണ്: ഇരുവരും ഒന്നിച്ച് ഓടി. മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിൽ ഓടി ആദ്യം കല്ലറയിലെത്തി. എവിടേക്കാണ് ഓടുന്നത്? കല്ലറയിലേക്ക്. ആരുടെ കല്ലറയിലേക്കാ? യേശു കല്ലറയിലേക്ക്. അവിടെ പട്ടാളക്കാർക്ക് കാവലൊക്കെ നിൽക്കുന്ന സ്ഥലമാണ്. അവിടുത്തെ മതത്തിൻ്റെ അധികാരികളും രാഷ്ട്രീയ അധികാരികളെല്ലാം യേശുവിനെ ക്രൂശിച്ചതിൽ സന്തോഷം അനുഭവിക്കുകയും
ആ കല്ലറയ്ക്ക് കാവൽ നിർത്തിയിരിക്കുക ചെയ്യുന്ന സ്ഥലത്തേക്കാണ് രണ്ടുപേരും ഓടുന്നത്. രണ്ടുപേരും, ഒരാൾ യോഹന്നാനാണ്, ഈ മറ്റേ ശിഷ്യൻ എന്ന് പറഞ്ഞ യോഹന്നാനെ കുറിച്ചാണ്. പത്രോസ് യോഹന്നാൻ ഓടുകയാണ്. അപ്പോൾ അതും തുടങ്ങി ഇരുവരും ഒന്നിച്ച് ഓടി. അപ്പോൾ രണ്ടുപേരും സ്റ്റാർട്ടിങ് പോയിന്റിൽ ഒരുമിച്ചായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫിനിഷിംഗ് പോയിന്റ് എത്താറായപ്പോൾ മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിലോടി ആദ്യം കല്ലറയ്ക്കിലെത്തി. എന്താ കാരണം അറിയാമോ? ആ സ്നേഹമാണ്. നമുക്ക് സ്നേഹമുള്ളവരെ കാണാൻ നമുക്ക് വലിയ വെമ്പലായിരിക്കും അല്ലേ? അവർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും ഓടിച്ചെന്ന് അല്ലേ അവർ നമ്മുടെ അടുത്ത് ഓടി വന്ന് ഹഗ് ചെയ്യും അല്ലേ? നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ വരുന്നെങ്കിലോ നമ്മൾ വലിയ മൈൻഡ് ചെയ്യില്ല. സ്നേഹമുള്ളവരെ നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോഴേ ഓടിച്ചില്ല. ഇതാ പിന്നെ ഇവനെ പട്ടാളക്കാരുണ്ടെന്നുള്ളതോ ഇരുട്ടുണ്ടെന്നുള്ളതോ ഒന്നും വിഷയമല്ല. കർത്താവിൻ്റെ സ്നേഹമുള്ളതിൻ്റെ പേരിൽ ഇരുവരും ഒന്നിച്ച് ഓടിയെങ്കിലും ആദ്യം ഓടി കല്ലറയ്ക്കിലെത്തി. പ്രിയപ്പെട്ടവരെ, ഏറിയ വെള്ളങ്ങൾക്ക് പ്രേമത്തെ കെടുക്കാൻ കഴിയില്ല. എൻ്റെ കർത്താവുമുള്ള സ്നേഹത്തിൽ നിന്നെ അകറ്റുന്നത് എന്തുവാ? ആ സ്നേഹത്തെ കെടുത്തിക്കൊള്ളുന്നത് എന്തുവാ? ശാന്തമായി ചിന്തിക്കുക. എന്നിട്ട് തീരുമാനമെടുത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് നിന്നെ അകറ്റിക്കളയുന്നതായ ആ വെള്ളത്തെ, ആ സ്നേഹബന്ധത്തെ കെടുത്തിക്കളയുന്നതായ ആ വെള്ളത്തെ നമുക്ക് ഒഴിവാക്കിയിട്ട് വിടുന്നാളുകളിൽ പൗലോസ് പറഞ്ഞ പോലെ എന്ത് വന്നാലും എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ വേദനിക്കാൻ കഴിയില്ല എന്നുള്ള വിശ്വാസത്തോടെ ജീവിപ്പാൻ, കർത്താവിനെ സ്നേഹിച്ച മറ്റുള്ളവരേക്കാൾ അധികമായി സ്നേഹിപ്പാൻ നമ്മൾ സമർപ്പിക്കാം. ദൈവത്തോടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തന്ന സെക്ഷനായി സ്തോത്രം ചെയ്യുന്നു. ഈ തലമുറയിൽ കാര്യസാധ്യത്തിനുണ്ടെന്ന് സ്നേഹിക്കുന്ന വ്യക്തികളായിട്ടല്ല കർത്താവേ, ഉള്ളു തുറന്ന് ആത്മാർത്ഥമായി എന്നെ സ്നേഹിപ്പാൻ, ഞാൻ അനുഭവിപ്പാൻ കൃപ നൽകപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഒപ്പം ഓടിയവർ എവിടെയെന്നോ വഴിമാറിപ്പോന്നും ചിന്തിക്കാതെ ഞങ്ങൾ ഞങ്ങളുടെ ദർശനപ്രകാരം കർത്താവേ എന്നെ സ്നേഹിപ്പാൻ, എന്നെ അനുസരിപ്പാൻ, ഒരു സാക്ഷ്യം വഹിപ്പാൻ സഹായിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. പൗലോസ് പറഞ്ഞ പോലെ നിനക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കേണ്ടി വന്നാൽ, ഉപദ്രവം സഹിക്കേണ്ടി വന്നാൽ കർത്താവേ മടുത്തു പോകാതെ, പിന്തിരിഞ്ഞു പോകാതെ, പിന്മാറിപ്പോകാതെ നിശ്ചയിപ്പാൻ കൃപൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. സഹായിക്കണമേ. നല്ലവനും വിശ്വസ്തദാസനെ വിളി വെക്കുവാൻ നമ്മളെല്ലാം കൃത സഹായിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ക്ഷമയോടെ ഈ സന്ദേശം ശ്രമിച്ചതിന് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ സ്നേഹിക്കണമല്ലോ സ്നേഹിച്ച്, സേവിക്കണമല്ലോ സേവിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ നിങ്ങളെല്ലാവരെയും സഹായിക്കണേ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സഹായങ്ങൾക്ക് നന്ദി പറയുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.